മാവേലിക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഒരിക്കൽ കൂടി ഗോപാൽ ചേരുന്നു. ഗോപാൽ, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? അവിടെ കാര്യങ്ങളൊന്ന് സ്മൂത്ത് ആയോ? ഏറെക്കുറെ സ്മൂത്തായി നീങ്ങുന്നുണ്ട് നിഷാദ്. കാരണം ഞാൻ നേരത്തെ ബൂത്തിൽ ഒക്കെ ഒന്ന് രണ്ട് ബൂത്തുകളിൽ പോയപ്പോഴൊക്കെയും ഈ വോട്ടിംഗ് മന്ദഗതിയിൽ പോകുന്നു എന്നൊരു പരാതി വലിയ തോതിൽ ഉണ്ടായിരുന്നു. കാരണം ഈ രാവിലെ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് ഒരു വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് മടങ്ങി പോകാമെന്ന് കരുതി 7 മണി മുതലൊക്കെ തന്നെ പല ബൂത്തുകളിലും വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തിരക്കിനനുസരിച്ച് വേഗത്തിൽ പോളിംഗ് നടക്കാത്തതും ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയതുമെല്ലാം തന്നെ ചെറിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ശുചിതരായ ജനങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിലെ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചുരക്കര എന്ന പ്രദേശത്താണ്. ചുരക്കരയിലെ 99ഉം 100ഉം പോളിംഗ് ബൂത്തുകൾ പ്രവർത്തിക്കുന്ന NSS LP സ്കൂളിലാണ് ഞാനുള്ളത്. ഇവിടെയും ഈ ഒരു വെയിലാണെങ്കിൽ പോലും ആൾക്കാർ വലിയ തിരക്കില്ല ഇപ്പോൾ. പക്ഷേ എങ്കിൽ പോലും തുടർച്ചയായി തന്നെ ആൾക്കാർ വന്നു പോയി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനമാണെങ്കിൽ പോലും ജില്ലാ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി പോളിംഗ് ശതമാനം സമയബന്ധിതമായി തന്നെ ഉയരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ നിൽക്കുന്ന ബൂത്തിൽ 1781 ബൂത്തുകളാണ് മൊത്തം മണ്ഡലത്തിലാകമാനം സജ്ജീകരിച്ചിട്ടുള്ളത്. 7 നിയോജക മണ്ഡലങ്ങളിലായി 1281 ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പോളിംഗ് സജീവമായി തന്നെ നടക്കുകയാണ്. നമുക്കൊരു ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? പോളിംഗ് ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ? എത്ര വലിയ ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടോ? ശരി, ഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ വലിയ തിരക്ക് വല്ലാതെ നീണ്ടുപോവുകയും ആളുകൾ പ്രയാസപ്പെടുകയും ചെയ്തു.